ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. നമ്മുടെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു കുഞ്ഞു കലണ്ടറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഇതുപോലെ 2 കാർഡ്ബോർഡ് പീസ് വേണം. പിന്നെ വേണ്ടത് 2 ഐസ്ക്രീം സ്റ്റിക്കാണ്. അപ്പോൾ ഇതെനിക്ക് ബലൂൺ വാങ്ങിക്കുമ്പോൾ കിട്ടിയ 2 കാർഡ്ബോർഡാണ്. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ്. അപ്പോൾ നല്ല ക്യൂട്ടായത് കൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ നല്ല ക്യൂട്ടായതുണ്ടെങ്കിൽ അത് എടുക്കുക. നമുക്ക് മാഗസീനൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല അതിൻ്റെ പുറംചട്ട നല്ല കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് തന്നെ നമുക്ക് എടുക്കാം. അത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്താലും മതിയാകും. ഇനി നമുക്ക് ഹോളിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഹോൾ പഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹോളിട്ട് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണിത്. ജസ്റ്റ് ഒരു ചെറിയൊരു സർക്കിൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ സൂചിയോ പിന്നെയോ യൂസ് ചെയ്തുകൊണ്ട് അടുത്തടുത്ത് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിങ്ങ് പോരും. അപ്പം നല്ലൊരു ഹോൾ നമുക്ക് കിട്ടും. അങ്ങനെ 2 കാർഡ്ബോർഡ് പീസിൽ നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് അത് 2 കാർഡ്ബോർഡ് പീസും ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സെല്ലോ ടാപ്പാണ് എടുത്തിരിക്കുന്നത്. സെല്ലോ ടാപ്പ് വെച്ചിട്ട് നമുക്ക് 2 കാർഡ്ബോർഡും ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെല്ലോ ടാപ്പ് എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വീതിയുള്ളതാണ്. നമുക്കിതൊന്ന് നേരിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് 2ൻ്റെയും മോൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഹോള് അടയാതെ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ താഴെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് അത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇത്തിരി മുകളിലായതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് അടയാതെ നോക്കണം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള പീസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട്. ഒന്നുകൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് ഉള്ളിലും കൂടെ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എങ്കിലും നമുക്ക് ശരിക്കും ആ ഒരു വി പോലെ ഇത് നിൽക്കും കേട്ടോ. നമ്മളൊരു വീടിൻ്റെ റൂഫൊക്കെ നിൽക്കുന്ന പോലെ കണക്കെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു വിധത്തിൽ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ അതവിടെ നിന്നോളും. ഇനി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് പീസ് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് എളുപ്പമാട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് അവരുടെ ടേബിളിൽ സ്റ്റഡി ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു കലണ്ടർ മേക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. വലിയ പാടൊന്നും യൂസ് ചെയ്യുമ്പോൾ പാരൻസിൻ്റെ ഹെൽപ്പ് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കലണ്ടർ ഉണ്ടാക്കാം. കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുക്കുന്നത് ഒരു A4 ഷീറ്റാണ്. അപ്പോൾ A4 ഷീറ്റ് തന്നെ നമുക്ക് 12 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് എളുപ്പമായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഒരു A4 ഷീറ്റ് തന്നെ നമുക്ക് 12 പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അപ്പം ഇതുപോലെ നീളത്തിൽ നമുക്ക് 4ആയി മടക്കിയെടുക്കാം ആദ്യം. അതിനുശേഷം വീതിയിൽ 3ആയിട്ടും മടക്കിയെടുക്കുക. അങ്ങനെ 12 പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 12 മന്ത് എഴുതിയെടുക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 12 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ 12 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി കലണ്ടർ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2024 കലണ്ടർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിലെ കലണ്ടർ നോക്കി നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ മാസങ്ങളും എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഒരു ത്രെഡിലേക്ക് കയറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് സൂചി വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സൂചി ഒന്ന് നല്ലപോലെ എല്ലാത്തിലും കുത്തിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ആ ഒരു ഹോള് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ആവശ്യമുള്ള ഹോളിൻ്റെ വലുപ്പത്തിലായി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ത്രെഡ് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു ത്രെഡ് നമ്മുടെ പഴയ കലണ്ടറിനകത്ത് ഉണ്ടായിരുന്നതാണ്. ആ ഒരു ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു കലണ്ടർ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് ഇത് കെട്ടിക്കൊടുക്കാം. അപ്പം അതിൽ നമ്മൾ നേരത്തെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇത് കെട്ടുന്നത്. അപ്പോൾ അതിൽ ഒരു ഹോളിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഒരു സൈഡിലായിട്ട് നമുക്ക് കെട്ടി വെച്ച് കൊടുക്കാം.
ഒരു സൈഡിലാണ് കലണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മറ്റേ സൈഡിൽ നമുക്ക് ഈ ഒരു പോസിറ്റീവ് സ്മൈലീസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് മാത്രം പോരാ, നമുക്ക് ജസ്റ്റ് ഹൈലൈറ്ററൊക്കെ വെച്ചിട്ട് ഒന്നുകൂടെ സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈലൈറ്റർ വെച്ച് ജസ്റ്റ് ഒരു ബോർഡർ പോലെയും പിന്നെ 2024 എന്ന് എഴുതിയിട്ട് കുറച്ച് സ്റ്റാർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടാബിളിൽ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.